ആറ്റുനോറ്റിരുന്നപ്പോഴേ ഇങ്ങോട്ട് വന്ന വഴിക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടാ. ഒന്നല്ല രണ്ടെണ്ണം. പക്ഷെ എന്ത് കാര്യം, മന തട്ടിക്കൊണ്ടുപോയി. ഹൈ, നമസ്കാരം. നമ്മളെ ബഹ്റൈനിലെ ലാസ്റ്റ് ദിവസം ഉണ്ടെന്ന്. അപ്പം ഇന്ന് രാത്രി 12 മണിക്കാണ് നമ്മളുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് കുറച്ച് സ്ഥലങ്ങൾ കാണാനുള്ളതുകൊണ്ട് നമ്മുടെ ബായിനോട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന നമ്മളുടെ ബായിനോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടാണ്. ഒന്ന് രണ്ട് മാളുകളും അതുപോലെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായി. അങ്ങനെ അതുകൊണ്ട് അതും കൂടിയൊക്കെ കണ്ട് നേരെ ലാസ്റ്റ് പോവാന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. അപ്പം മാളുകൾ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഒരുപോലെയൊക്കെ തന്നെ തോന്നിയോണ്ട് അത് കൂടുതലായിട്ട് ചിത്രീകരിച്ച് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു മാളിൽ പോയതല്ല. അവിടെ നമ്മളുടെ സ്ട്രീറ്റ് പോലെ പുറം രാജ്യങ്ങളിലൊക്കെ, ഈ യൂറോപ്പ് പോലുള്ള കൺട്രികളിലൊക്കെ ഇതുപോലെ സ്ട്രീറ്റുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അതിനെ തോന്നിക്കുന്ന കണക്കിനുള്ള ഒരു മാളാണ് ഈ കാണുന്നത്. സൈഡിൽ മരങ്ങളും അതുപോലെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ വണ്ടി വരും. അപ്പോൾ കുട്ടികൾ കളിക്കുന്ന കുറച്ച് കിടാങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നുണ്ട്. വലിയ ആൾക്കാരും ഉണ്ടായി. അപ്പം അങ്ങനെ ട്രെയിൻ പോലെ ഉള്ളത്, പിന്നെ ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറച്ച് മറ്റേ ഐസിൻ്റെ ഒരു സംഗതികൾ. ആ നീല ബനിയനിട്ടവൻ അടിപൊളിയാണ് ആ ചെക്കൻ. നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായി അത്. നമ്മളതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു കടലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ മാള് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചതാണ് അവിടെ ഇതുപോലെ ലൈറ്റിൻ്റെ വാട്ടർ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അടുത്തേക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചപ്പോൾ എന്താണ് അറിയില്ല, അത് ഓഫായി പോയി. അതുകൊണ്ട് അവിടെ നിന്ന് പതുക്കെ പോന്നു. അങ്ങനെ ഇതുപോലെയുള്ളതായ കുറച്ച് ഊഞ്ഞാലയൊക്കെ വ്യത്യസ്തമായിട്ട് കണ്ടു. അതുപോലെ ഈ കടലിൻ്റെ തീരത്തായിട്ട് അവിടുത്തെ പ്രമുഖമായ കുറച്ച് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയപ്പോൾ ആനന്ദ് ഭവനിൽ വണ്ടി ഇട്ടിട്ട് ഇപ്പുറത്ത് നമ്മളുടെ ദിലീപേട്ടൻ്റെ തേപ്പുട്ടിലാണ് കയറിയത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പം അങ്ങനെ അവിടെ കയറി ഭക്ഷണം കഴിച്ച് നേരെ സമയമായപ്പോൾ എയർപോർട്ടിൽ ചെന്ന് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇത് തുറന്നിട്ടുണ്ടായിരുന്നില്ല, ഇമിഗ്രേഷൻ. അങ്ങനെ അത് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചെന്ന് നമ്മുടെ ബോഡി പാസ്സൊക്കെ എടുത്ത് നേരെ അവിടെ വെയിറ്റിംഗ് ഏരിയയിലിരുന്നു. അപ്പോൾ അവിടെ നമുക്കൊരു പയ്യനെ കണ്ടിട്ടാ, പരിചയമുള്ളതെന്ന് വെച്ചാൽ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. തൃശ്ശൂർക്കാരനാണ് ആള്. അപ്പോൾ ആളെ അവിടെ വെച്ച് കിട്ടിയതാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നീട് തിരിച്ചിങ്ങോട്ട് പോകുന്നപ്പോൾ യാത്ര ചെയ്തതായിട്ട്. നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റ് എടുത്ത് നമ്മുടെ വിൻഡോ സീറ്റ് ഈ പറഞ്ഞ പോലെ കിട്ടിയിട്ടും ഗ്ലാസ് അത്ര പോരായിരുന്നു, വൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അത് ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ വിൻഡോ അത്ര ക്ലിയർ അല്ല. ഇപ്പം ഈ കാണുന്നത് രാവിലെ ഉദിച്ചു വരുന്നതായ ആ ഒരു സൂര്യൻ്റെ ലൈറ്റാണ് ഉണ്ടാക്കേണ്ടത്. പകലായപ്പോഴേക്കും പിന്നെ അത്യാവശ്യം കുറച്ച് കാണാനൊക്കെ പറ്റി. അപ്പം ഇങ്ങനെയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ കൊച്ചിയിലെത്തി. അങ്ങനെ ഇറങ്ങി അവിടെ നിന്ന് ബസ്സിലാണ് പിന്നെ നമ്മളെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട്.